മൃദുലയുടെ സഹോദരിയായിട്ടുള്ള പാർവതി വിജയ് തൻ്റെ ഭർത്താവായിട്ടുള്ള അരുണുമായിട്ട് വേർപിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ള കാര്യം. പക്ഷേ കാരണങ്ങളൊന്നും വെളിപ്പെടുത്താനോ ഒന്നും തന്നെ റെഡിയായിട്ടോ ഒന്നും തന്നെയില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞാൽ പാർവതി വിജയാണ് വേർപിരിഞ്ഞത്, അല്ലാതെ മൃദുല വിജയല്ല. കുറേയധികം ആൾക്കാർ മൃദുല വിജയാണ് ഭർത്താവ് യുവയുമായിട്ട് വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ന്യൂസൊക്കെ ഉണ്ട്. അവർ മാറി താമസിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് യഥാർത്ഥത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇത് ഇവരല്ല, സഹോദരിയായിട്ടുള്ള പാർവതി വിജയും ഭർത്താവായിട്ടുള്ള അരുണും ആണ് വേർപിരിഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പാർവതി വിജയ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയുടെ കൂടെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഇവരെ എന്താ പറയുക, പാർവതി വിജയുടെ കുറേയധികം അവർക്കെതിരെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. കാരണം 19 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ആ ഒരു വ്യക്തിയായിട്ട് പോയി ഒളിച്ചോടി കല്യാണം കഴിക്കുമായിരുന്നു. അവർ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ക്യാമറാമാൻ ആയിരുന്നു ആ ഒരു വ്യക്തി. അപ്പോൾ അവർ ഓടിപ്പോയി കല്യാണം കഴിക്കുമായിരുന്നു. ആ ഒരു കല്യാണം കഴിക്കുന്നതിൻ്റെ കഴിഞ്ഞ് കുറേയധികം നല്ല ഒരു 2-3 വർഷത്തോളം അവർ നല്ല രീതിയിൽ ജീവിച്ചതിന് ശേഷമാണ് അവർ വേർപിരിയുന്നത്. ആ ഒരു വേർപിരിയുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ എടുത്തു ചാടി ഇങ്ങനെ ചെയ്ത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കുറേയധികം പേര് കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ടൊക്കെ. അത് അവരുടെ ജീവിതമാണ്. ചിലപ്പോൾ അവർ എല്ലാവരും എടുക്കുന്ന ഡിസിഷൻ ചിലപ്പം തെറ്റായി പോകാറുണ്ട്. അത് നമ്മളെ കയ്യിലല്ല. ബട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന കുറേയധികം പേര് ആൾക്കാരെ കണ്ട് നിങ്ങൾ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും മാക്സിമം ചെയ്യാതിരിക്കുക. അത് അവർക്ക് വിഷമമാണ്, അവർക്കും ഭയങ്കരമായിട്ടുള്ള വിഷമമാണ്. കാരണം അവർ ചൂസ് ചെയ്തൊരു ലൈഫ് അവർക്ക് തന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകും. ആ സമയത്തുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ബാക്കിയുള്ളവരും കൂടെ കുറ്റപ്പെടുത്താതിരിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം.